സൈക്കോപാത്തുകളുമായും സാവേജുകളുമായും സംസാരിക്കുമ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു അസ്വസ്ഥത തോന്നുന്നില്ലേ? ശരിക്കും മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും ഭീകരമായ, ഏറ്റവും ഇരുണ്ട കോണുകളിലേക്കുള്ളൊരു യാത്രയാണിത്. ക്രിസ്റ്റഫർ ബെറിഡിയുടെ ടോക്കിംഗ് വിത്ത് സൈക്കോപാത്സ് ആൻഡ് സാവേജസ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ചില സംഭാഷണങ്ങൾ നമ്മളെ എന്നേക്കുമായി മാറ്റിമറിക്കും, ശരിയല്ലേ? ചിലക്കു നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങൾ, ചില വാക്കുകൾ അതങ്ങനെ മനസ്സിൽ കിടക്കും. അപ്പോ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നതും അങ്ങനത്തെ ചില സംഭാഷണങ്ങളെ പറ്റിയാണ്. വെറും വാക്കുകളല്ല, മനുഷ്യന്റെ ഉള്ളിലെ ആഴത്തിലുള്ള ഇരുട്ട് പുറത്തുവരുന്ന ചില നിമിഷങ്ങൾ. ഓക്കെ, അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. കൊലയാളികളുമായുള്ള ഒരു സംഭാഷണം. എന്തായിരിക്കും ഒരു കൊടും കുറ്റവാളിയുടെ മനസ്സിനുള്ളിൽ നടക്കുന്നത്? അവർ നമ്മളെപ്പോലെയാണോ ചിന്തിക്കുന്നത്? അതോ? ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിക്കേ, നിങ്ങളൊരു കൊലപാതകിടിയെ മുന്നിലിരിക്കുകയാണ്, മുഖത്തോട് മുഖം നോക്കി. ഇത് സിനിമയൊന്നുമല്ല, ഒരു കഥയുമല്ല, പച്ചയായ യാഥാർത്ഥ്യം. എങ്ങനെയായിരിക്കും ആ ഒരു നിമിഷം? എന്തായിരിക്കും നിങ്ങൾക്കപ്പോൾ തോന്നുക? നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു വില്ലനായിരിക്കും കേട്ടോ മിക്കപ്പോഴും മുന്നിലുണ്ടാവുക. ഒരു ഭീകര രൂപമോ വല്ലാത്ത സംസാരമോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. പകരം താൻ ചെയ്ത കൊടും ക്രൂരതകളെപ്പറ്റി ഒരു ഭാവവ്യത്യാസവുമില്ലാതെ ചിലപ്പോൾ ഒരു ചായ കുടിക്കുന്ന ലാഘവത്തോടെ സംസാരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. സത്യം പറഞ്ഞാൽ അതാണ് നമ്മളെ കൂടുതൽ പേടിപ്പിക്കുന്നത്, അല്ലേ? അപ്പോ ഈ ഒരു ഭ്രാന്തൻ സാഹസത്തിന് അല്ലെങ്കിൽ ഈ ഒരു ജോലിക്കിറങ്ങി പുറപ്പെട്ട ആളാണ് ക്രിസ്റ്റഫർ ബെറിഡി. ഒരു ക്രിമിനോളജിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പണി എന്താണെന്നറിയോ? ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ കുപ്രസിദ്ധരായ കൊലയാളികളുടെയും സൈക്കോപാത്തുകളുടെയും അടുത്തേക്ക്, അവരുടെ ജയിലറകളിലേക്ക് ചെല്ലുക, എന്നിട്ട് അവരുമായി സംസാരിക്കുക, അവരുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശരി, അപ്പോ എന്താണ് ഇങ്ങനെയുള്ള ആളുകളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്? അവരുടെ മനസ്സിന്റെ ഘടനയിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതാണ് അടുത്ത ചോദ്യം. മനസ്സാക്ഷിയില്ലാത്തൊരു മനസ്സ്. ബെറിഡിയുടെ അഭിമുഖങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന മൂന്നേ അടിസ്ഥാന കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് സഹാനുഭൂതിയില്ല, അതായത് മറ്റൊരാളുടെ വേദന എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. രണ്ട്, കുറ്റബോധം എന്നൊരു സംഭവം അവർക്കില്ല, എന്ത് ചെയ്താലും അതിലൊരു പശ്ചാത്താപവുമില്ല. മൂന്നാമത്തേത്, മനസാക്ഷി. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ആ ഒരു ഉൾബോധം, അത് പൂജ്യമാണ്, കംപ്ലീറ്റ്ലി ശൂന്യം. ഇവിടെയാണ് കേട്ടോ ഏറ്റവും വലിയൊരു പാരഡോക്സ്, ഒരു വൈരുദ്ധ്യം കിടക്കുന്നത്. പുറമേക്ക് നോക്കിയാലേ ചിലപ്പോൾ നമ്മളെക്കാൾ ശാന്തരായിരിക്കും, നല്ല ആകർഷകമായി സംസാരിക്കും, ഭയങ്കര ചാമിങ് ആയിരിക്കും, ഒറ്റ നോട്ടത്തില് ഒരു സാധാരണ മനുഷ്യൻ. പക്ഷേ ആ കാണുന്ന മുഖമൂടിക്കടിയില് എന്താണെന്നറിയോ? ഒരു തരം ശൂന്യതയാണ്. മനുഷ്യത്വമില്ലാത്ത, മറ്റുള്ളവരെ തങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള ഉപകരണങ്ങൾ മാത്രമായി കാണുന്ന ഒരു തണുത്ത മനസ്സ്. അപ്പോ ഈ ബെറിഡി എങ്ങനെയാണ് ഈ ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ രീതിയുടെ പ്രത്യേകത? കാരണം അവരുടെ വാക്കുകൾ തന്നെയാണ് എല്ലാം വെളിപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ രീതി ഭയങ്കര സിമ്പിളാണ്, പക്ഷെ വളരെ എഫക്റ്റീവും. അദ്ദേഹം അവരെ ചോദ്യം ചെയ്ത് കുഴപ്പിക്കാനോ സമ്മർദ്ദത്തിലാക്കാനോ പോവില്ല. പകരം അവരോടൊക്കെ മങ്ങിയിരിക്കും. എന്നിട്ട് അവർ പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ചു കേൾക്കും, മണിക്കൂറുകളോളം. അപ്പോൾ പതിയെ പതിയെ അവർ തന്നെ അവരുടെ ലോകം നമുക്ക് മുന്നിൽ തുറന്നു തരും. അവരുടെ ആ വാക്കുകൾ, അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സൈക്കോപാത്തുകൾ നിയമങ്ങൾ ലംഘിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവർ യാഥാർത്ഥ്യത്തെ തന്നെ മാറ്റിയെഴുതുന്നു. അതായത് അവർ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന അതേ റിയാലിറ്റിയിലല്ല. അവർക്ക് അവരുടേതായൊരു ലോകമുണ്ട്, ആ ലോകത്ത് അവരുടെ നിയമങ്ങളാണ്. അവരുടെ പ്രവൃത്തികളെല്ലാം ശരിയാണ്, യാഥാർത്ഥ്യത്തെ അവർ അവർക്ക് വേണ്ട രീതിയിൽ വളച്ചൊടിക്കും. അതുകൊണ്ടുതന്നെ കൗശലം അഥവാ മാനിപ്പുലേഷൻ, അതാണ് അവരുടെ പ്രധാന ഭാഷ. അവരുടെ ഏറ്റവും വലിയ ആയുധം എന്താണെന്നറിയോ? മറ്റുള്ളവരുടെ മനസ്സാണ്, മനുഷ്യന്റെ മനസ്സ്. നമ്മളെയൊക്കെ ഒരു ചെസ് ബോർഡിലെ കരുകളെ പോലെയാണ് അവർ കാണുന്നത്. അവർക്കിഷ്ടമുള്ളതുപോലെ നീക്കാനുള്ള വെറും കരുകൾ, അവരുടെ ലക്ഷ്യം നേടാൻ വേണ്ടി മാത്രം. ശരി, ഇത്രയും കേട്ടപ്പോൾ തന്നെ ഒരു അസ്വസ്ഥത തോന്നുന്നില്ലേ? പക്ഷേ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷേ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. സാധാരണത്വത്തിന്റെ ആ മുഖംമൂടിയെപ്പറ്റി. ഇവരെയൊക്കെക്കുറിച്ച് ഇത്രയും കേട്ടതിൽ എന്തായിരിക്കും ഏറ്റവും ഭയാനകമായ കാര്യം? ഇതാണ് ആ സത്യം. അവരെ കണ്ടാൽ ഒരു സാധാരണക്കാരെ പോലെയിരിക്കും. ഒരു പ്രത്യേക രൂപമോ നെറ്റിയിൽ എഴുതിവെച്ച അടയാളങ്ങളോ ഒന്നുമില്ല. അവർ നമ്മുടെ എല്ലാം ഇടയിലുണ്ട്. ചിലപ്പോ നമ്മുടെ അയൽക്കാരനായി, സഹപ്രവർത്തകനായി, നമ്മൾ ദിവസവും കാണുന്ന ഒരാളായി. ആ മുഖമൂടി തെന്നിമാറുന്ന ആ ഒരൊറ്റ നിമിഷം വരെ
ആ നിമിഷം വരെ അവരാരാണെന്ന് നമ്മൾ അറിയുകയില്ല. അതുതന്നെയാണ് അവരെ ഇത്രയധികം അപകടകാരികളാക്കുന്നത്. അപ്പോ ഈ പുസ്തകവും ഈ സംഭാഷണങ്ങളുമൊക്കെ നമ്മളെ എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത്? നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം പ്രവേശിക്കുക എന്നൊരു മുന്നറിയിപ്പിലേക്കാണ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കുള്ള ആ ഇരുട്ടിന്റെ, ആ അന്ധകാരത്തിന്റെ ഉള്ളിലേക്ക് തുറച്ചു നോക്കുന്നതെങ്ങനെയായിരിക്കുമെന്ന്? മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിലേക്ക്, ആ ഭീകരതയിലേക്ക് ഒന്നെത്തി നോക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? കാരണം ഈ പുസ്തകം നിങ്ങളോട് കാര്യങ്ങൾ പറയുക മാത്രമല്ല ചെയ്യുന്നത്, അത് ശരിക്കും നിങ്ങളെ ആ മുറിയിലേക്ക് അങ്ങ് കൊണ്ടുപോവുകയാണ്. ആ ജയിൽ മുറിയുടെ തണുപ്പും ആ കൊലയാളിയുടെ നിർവികാരമായ നോട്ടവും അവരുടെ വാക്കുകളിലെ വിഷവും എല്ലാം നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു വെറും വാക്കല്ല, ഒരു മുന്നറിയിപ്പാണ്. നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ പ്രവേശിക്കുക. കാരണം മനുഷ്യന്റെ മനസ്സിനെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ ധാരണകളെ പൊളിച്ചെഴുതാൻ ശക്തിയുള്ള ഒരനുഭവമായിരിക്കും ഇത്. ചിലപ്പോൾ ചില കാര്യങ്ങൾ അറിയാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്ക് നമ്മളെ അത് അസ്വസ്ഥമാക്കിയേക്കാം.